ഹായ് ഗൈസ്, അങ്ങനെ ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. വാഴ 2 ഞാൻ പോയി കണ്ടു. ഇന്നലെ സെക്കൻഡ് ഷോ ആണ് പോയി കണ്ടത്. തിയേറ്ററിൽ ഫ്രണ്ട് സീറ്റ് അല്ലാതെ വേറെ ഒരു സീറ്റ് പോലും ഇല്ല. അതുള്ള തിരുവനന്തപുരത്തെ സകല തിയേറ്ററിലും പോയി നോക്കി എല്ലായിടത്തും ഫ്രണ്ട് സീറ്റിലെ സീറ്റ് കിട്ടത്തുള്ളൂ. അത്ര റഷാത് ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. ഒരുപാട് പേര് അതിൻ്റെ പല സീനുകളും എടുത്ത് ഇൻസ്റ്റയിലിട്ട് ഇതാക്കിയതൊന്നും ഞാൻ കാണാൻ പോയില്ല. കാരണം പടം എനിക്ക് കണ്ടതിന് ശേഷം എനിക്കത് ഒക്കെയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വൈബങ്ങ് പോവും. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മക്കളെ എനിക്കൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് ചിരിച്ച് കുടൽ പുറത്തെടുത്തവന്മാർ, ആഷിർ ടീമായാലും അല്ലമീനും ടീമായാലും എല്ലാവന്മാരും. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ണീന്ന് കണ്ണീര് വന്നും വരാതെയും ഭയങ്കരമായിട്ട് ഇമോഷൻസിലും ഫീലിങ്സിലും പിടിച്ച് വീഴ്ത്തി. ഈ വാഴ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും എനിക്ക് ഒറ്റ കാര്യം മനസ്സിലായുള്ളൂ. ആ സിനിമയിൽ ഇവരുടെയൊക്കെ അമ്മമാർ വരുന്നുണ്ടെങ്കിലും ആ സിനിമ കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത് അച്ഛന്മാരാണ്. അതായത് അച്ഛൻ മകൻ ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇത് രണ്ടിനെയും ഭയങ്കരമായിട്ട് അങ്ങ് ഇമ്പാക്റ്റ് ചെയ്താണ് ഈ പടം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ ഇതാണ് ആ പടം. കാരണം കരഞ്ഞല്ലാതെ എൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കരഞ്ഞു, നല്ല രീതിയിൽ കരഞ്ഞു. ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ കണക്റ്റഡായി. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് അതിലെ പാട്ട്. എൻ്റെ പൊന്നു മോനെ, ആ പാട്ട് കേട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ കണക്റ്റഡായി. സത്യം, ചിലപ്പം ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന സമയത്തുള്ള അതിലോട്ട് ഞാൻ പോയി. ചില സമയത്ത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, കാരണം എപ്പോഴും ഫ്രണ്ട്സ് ഇപ്പം സ്വന്തം നാട്ടിലുള്ളവരാണെങ്കിലും എപ്പോഴും കാണൂല അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. നമ്മുടെ തിരക്കുകളിലും കാര്യങ്ങളും കൊണ്ട് അവരുടെ തിരക്കും കാര്യങ്ങളിലും നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും കാണുന്നൊന്നുമില്ല. പിന്നെ ലോങ് ഡിസ്റ്റൻസിലുള്ള ഫ്രണ്ട്ഷിപ്പുണ്ട്, അതാകുമ്പോൾ ഒട്ടും കാണാൻ പറ്റില്ല, വീഡിയോ കോളിലല്ലേ കാണാൻ പറ്റൂ. ഇതങ്ങനെ ആയിരുന്നു. എൻ്റെ മോനെ, എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ കണക്റ്റഡായിപ്പോയി. എന്താണ് ഞാൻ ശരിക്കും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻസിനെ നല്ലോണം അവന്മാർ കൊണ്ടുവന്ന്. കാരണം ഞാൻ നോക്കിയപ്പോൾ തിയേറ്ററിൽ പലരും മുഖം കലങ്ങിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ ഈ പടം കാണാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അറ്റ റേഞ്ച് കോമഡിയിൽ കൊണ്ടുപോയി അവന്മാർ പടം. സെക്കൻഡ് ഹാഫാണ് മോനെ കയ്യിൽ നിന്ന് പോയ മീൻസ് ആ പടം ആ റേഞ്ചിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു കളഞ്ഞു. അതിൽ ആ അച്ഛൻ മകൻ എന്ന് പറയുന്ന ആ ഒരു ബോണ്ടിങ് കൊണ്ടുവരുന്നൊരു ഇതുണ്ട്. പടത്തിൻ്റെ ഒരു സീനുകളും ഞാൻ അവിടെ പറയില്ല, കാരണം കാണാത്തവരുണ്ട്, പോയി കാണുക. കണ്ടവർക്കറിയാം എന്താണ് ആ പടം എന്നുള്ളത്. പിന്നെ സിബ്ലിങ്സ് തമ്മിലുള്ള ആ ഒരു വൈബിൽ കൊണ്ട് എത്തിക്കുന്നുണ്ട് ഈ പടം. ആദ്യമൊക്കെ ഒരു പ്രശ്നങ്ങളിലൊക്കെ പോണെങ്കിൽ പോലും. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, 20 വർഷം ഇപ്പം ഒരു 20 വർഷം ഞാൻ സിനിമകൾ കണ്ടതും കാണാത്തതും വെച്ച് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇതുപോലത്തെ ഒരു റേഞ്ച് പടം ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി കണ്ട് കരഞ്ഞു പോയ സിനിമകളുണ്ട്, പക്ഷേ ഇതുപോലെ മനുഷ്യൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ്, ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ബോണ്ടിങ്, അത് ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. സത്യം, എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ മാത്രം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സിനിമ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല ഇമോഷൻസിൽ പിടിച്ചിട്ടുള്ള. ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛന്മാരെന്ന് പറയണത് സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാത്തവർ, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യം എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഇതാണല്ലോ. പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചാണ്. വാഴ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ആദ്യം മക്കളോട് ദേഷ്യവും എല്ലാം ഉള്ള ഒരു അച്ഛനാണെങ്കിൽ സിനിമ പകുതി കഴിയുമ്പോഴത്തേക്കും നേരെ മാറുകയാണ്. മക്കളോടുള്ള ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയാണ് ഇവിടെ. അതുപോലെ തന്നെ സിബ്ലിങ്സും, വഴക്കിട്ട് നടക്കണ സിബ്ലിങ്സ് ശരിക്കും അവരുടെ ആ ഒരു ആത്മാർത്ഥമായ ആ ഒരു ബന്ധത്തിലോട്ട് എത്തുന്നത് ഇതിലുണ്ട് സീരിയസ്ലി. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, അതായത് അച്ഛൻ മകൻ ബന്ധം, സിബ്ലിങ്സിൻ്റെത്, ഫ്രണ്ട്ഷിപ്പ്, ഇത് മൂന്നുമാണ് ഈ വാഴ എന്ന് പറയുന്ന സിനിമ. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും. ഇതിലെ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പാട്ടാണ്. സത്യം, ഞാനിപ്പോൾ ഒരുപാട് തവണ ആ പാട്ട് കേട്ടു. കാരണം അത്രത്തോളം ഞാൻ പല കാര്യങ്ങളിലും ഞാൻ കണക്റ്റായിപ്പോയി. പേഴ്സണലി ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ കണക്റ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ ആ പാട്ട് കേട്ടു. നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ പോയി തിയേറ്ററിൽ കണ്ടേ പറ്റൂ ഈ പടം. OTT വന്നിട്ട് വീട്ടിൽ ഇരുന്ന് കാണാനാണെങ്കിൽ എക്സ്പീരിയൻസ് മോനെ ആ ഒരു ഫീല് കിട്ടൂല. തിയേറ്ററിൽ പോയി തന്നെ കണ്ടോണം. സെക്കൻഡ് ഹാഫാണ് മെയിൻ. ഈ പടത്തിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഭാഗമാണ്. എനിക്ക് ഒന്നും കൂടെ പോയി കാണണമെന്നുണ്ട് ഈ സിനിമ. വാഴ ഫസ്റ്റ് കണ്ടിട്ട് ഞാൻ ഇതൊന്നും കൂടെ തിയേറ്ററിൽ പോയി കാണും.
കാരണം പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതാണ് സത്യം. 20 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു പടവും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു പടം ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിലൊരു ഹിൻറ്റ് ഞാൻ നോട്ട് ചെയ്തു, ഇനി വാഴ 3 വരുമോ എന്നുള്ള കാര്യത്തിലേക്ക് ഡൗട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ ഒരു കാര്യവും ഞാൻ ഇവിടെ പറയൂല. കണ്ടിട്ടില്ലാത്തവർക്ക് തിയേറ്ററിൽ പോയി കാണേണ്ടത് ആയതുകൊണ്ട്. പക്ഷേ ആഷറിനും ടീമിനും ഹാറ്റ്സ് ഓഫ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവന്മാർ തൂക്കി, സത്യം അവന്മാർ തൂക്കി. ഈ പടം ഇറങ്ങിയപ്പം മറ്റേ ഡെർബി എന്ന് പറഞ്ഞൊരു സിനിമ അങ്ങ് മുങ്ങിപ്പോയി. ഡെർബി എന്ന് പറഞ്ഞ സിനിമയെ പറ്റി ഒന്നും കേൾക്കാനില്ല ഈ വാഴ സിനിമ വന്നപ്പോൾ. ഇപ്പം പോലും വാഴ സിനിമയ്ക്ക് ഭയങ്കര ക്രൗഡാണ് തിയേറ്ററിൽ കാണാൻ. നമ്മൾ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ സീറ്റ് ഫ്രണ്ടിലേക്ക് ഇട്ടു. ആ ഫ്രണ്ടിൽ ഒരു കോർണറിലിരുന്നാണ് സിനിമ കണ്ടത്. ഒരു കോർണറിലിരുന്ന സിനിമ കാണുന്നവർക്കറിയാമല്ലോ എങ്ങനെയായിരിക്കും ആ പടം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ആ കോർണറിലിരുന്ന ആ പടം ശരിക്കും കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. സ്ക്രീൻ എന്ന് പറയണത് അത് സെൻറ്ററിലിരുന്ന് കാണുന്ന ഫീല് കിട്ടില്ല. പക്ഷേ എന്നാലും എനിക്കൊന്നും പറയാനില്ല. പടം കണ്ടിട്ടില്ലാത്തവർ തിയേറ്ററിൽ പോയി കാണുക. പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്താണെന്നുള്ളത്. വാഴ 2 ടീം വാഴ 3 ഇറക്കും എന്ന പ്രതീക്ഷയിൽ വീഡിയോ ഞാൻ നിർത്തുന്നു. ടാറ്റ.